സ്വന്തം രാജ്യത്തെ ചതിച്ചവർക്കും ശവകുടീരങ്ങളോ? ആശ്ചര്യപ്പെടുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ അങ്ങനത്തെ ഒരു സ്മാരകമാണ് ബീജാപൂരിലെ ജോധ് കുംഭസ് എന്നറിയപ്പെടുന്ന ഇത്. ബീജാപൂരിലെ അവസാനത്തെ രാജാവായിരുന്ന സിക്കന്ദർ ആദിൽ ഷാ 4-ാമത്തെ വയസ്സിലാണ് അധികാരത്തിലേറുന്നത്. മുഗളരും ബീജാപൂരിലെ രാജാക്കന്മാരും കൊടിയ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ ഖാൻ മുഹമ്മദ് എന്നയാൾ ബീജാപൂരിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. മുഗളർക്ക് രാജരഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തു എന്ന രാജ്യദ്രോഹ കുറ്റത്തിന് ഖാൻ മുഹമ്മദിനെ വധിക്കുകയും പിന്നീട് ഇവിടെ അടക്കം ചെയ്യുകയുമായിരുന്നു. 1686 ബീജാപൂരിൻ്റെ അവസാനത്തെ രാജാവിനെ ബന്ദിയാക്കി ബീജാപൂരിൻ്റെ അധികാരം പിടിച്ചടക്കിയ മുഗൾ രാജാവായ ഔറംഗസേബ് 1687 ഒരു വർഷത്തെ ബീജാപൂരിലെ ടാക്സ് വരുമാനം കൊണ്ട് ഖാൻ മുഹമ്മദിന് ഇവിടെ ഒരു സ്മാരകം നിർമ്മിച്ചു. പിന്നീട് ഖാൻ മുഹമ്മദിൻ്റെ ആത്മീയ ഗുരുവായിരുന്ന അബ്ദുർ റസാഖ് ഖാദിരിയുടെ മരണശേഷം ഇദ്ദേഹത്തെയും ഇവിടെ തന്നെ കബറടക്കുകയായിരുന്നു. ജോധ് കുംഭസ് എന്നാൽ 2 താഴികക്കുടങ്ങൾ എന്നാണ് അർത്ഥം. ഡെക്കാൻ വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ട ഈ ശവകുടീരങ്ങളിൽ ഖാൻ മുഹമ്മദിനെയും അബ്ദുർ റസാഖ് ഖാദിരിയെയും അടക്കം ചെയ്തിരിക്കുകയാണ്. അബ്ദുർ റസാഖ് ഖാദിരിയുടെ ചാരത്ത് സാധാരണ ജനങ്ങൾ തങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി ഇപ്പോഴും എത്താറുണ്ട്.